ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ എൻ്റെ എളിയ വന്ദനം. ദൈവവചനത്തിൽ നിന്ന് നമുക്കൊരു വേദവാക്യം വായിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാമത്തെ വാക്യം. വിശ്വാസമെന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. വിശ്വാസം, ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം വിശ്വാസമാണ്. ഒരു വിശ്വാസം ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയാണ്. വിശ്വാസം നമുക്ക് ലഭിക്കുന്നത് ദൈവവചന കേൾവിയിൽ കൂടിയാണ്. വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്ന ആത്മീക അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിച്ചു വന്നത്. വിശ്വാസത്താൽ ഒരാൾക്ക് ലഭിക്കുന്ന പ്രാപ്യമാക്കാവുന്നതായ ആത്മീക അനുഗ്രഹങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും സൗഭാഗ്യകരവുമായ അനുഭവം എന്ന് പറയുന്നത് നിത്യജീവനാണ്. എവർലാസ്റ്റിംഗ് ലൈഫ്, നിത്യജീവൻ, ഒരിക്കലും അവസാനിക്കാത്തതായ ആ നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളതാണ് വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു സ്വർഗീയ അനുഗ്രഹം എന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഏതാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു, നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചു. യേശുക്രിസ്തുവിലുള്ളതായ വിശ്വാസത്താൽ നമുക്ക് നിത്യജീവൻ പ്രാപിക്കാം. ഈ നിത്യജീവന്റെ അവകാശിയായി തീരാം. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ഏതൊരു മനുഷ്യനും ജീവിച്ചിരിക്കുമ്പോൾ ലഭിക്കാവുന്ന പ്രാപിക്കേണ്ടതായ ഏറ്റവും മഹത്തായ ഒരനുഭവമാണ് നിത്യജീവന്റെ അവകാശിയായി തീരുക എന്നുള്ളത്. അത് നാം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് നാം അത് സ്വന്തമാക്കേണ്ടതാണ്. അത് മരിച്ചതിന് ശേഷം നാം സ്വന്തമാക്കേണ്ട ഒരു കാര്യമല്ലത്. നാം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് നാം നിത്യജീവന്റെ അവകാശികളായി തീരണം. അതെങ്ങനെ സാധിക്കും പ്രിയപ്പെട്ടവരെ? അതാണ് ദൈവത്തിന് വചനം പറയുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, ഇതാർക്കും സാധ്യമാണ് പ്രിയപ്പെട്ടവരെ. ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് മാത്രമല്ല, ഏതൊരാൾക്കും യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച് ക്രിസ്തുവിനെ ഹൃദയത്തിൽ തൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ച് പാപ വഴികളോട് യാത്ര പറഞ്ഞ് ഒരു പുതിയ വിശുദ്ധ ജീവിതം നാം നയിച്ചാൽ നമുക്കും ഈ നിത്യജീവന്റെ അവകാശികളായി തീരാം. നമുക്ക് നിത്യജീവൻ പ്രാപിക്കാം. ഈ ഭൂമിയിൽ നാം എന്തെല്ലാം നേടിയാലും എന്തെല്ലാം സമ്പാദിച്ചാലും നമുക്കിവിടെ എന്തെല്ലാം സ്വന്തമായിട്ടുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, അതെല്ലാം ശവക്കുഴിക്കരികെ മാത്രമല്ലേ നിൽക്കുകയുള്ളൂ. മരണം വഴിയായി നാം ഇക്കരയിൽ നിന്ന് അക്കരയിലേക്ക് മാറ്റപ്പെടുമ്പോൾ നാം ഇവിടെ സമ്പാദിച്ചതൊന്നും നമ്മുടെ കൂടെ കൊണ്ടുപോവുകയില്ല. പ്രിയപ്പെട്ടവർ, ഒന്നും കൊണ്ടുപോകാൻ സാധ്യവുമില്ല. എന്നാൽ ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നാം ക്രിസ്തുവുള്ളവരായി ജീവിച്ചാൽ, ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് നമ്മുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ച് ദൈവവചനപ്രകാരം നമ്മുടെ ജീവിതം നാം ക്രമീകരിച്ചാൽ നമുക്ക് ദൈവരാജ്യത്തിലെത്താം. നമുക്ക് നിത്യജീവന്റെ അനുഭവം പ്രാപിക്കാം. എവർലാസ്റ്റിംഗ് ലൈഫ്, ഒരിക്കലും അവസാനിക്കാത്തതായ ആ നിത്യജീവന്റെ അനുഭവം നമ്മൾക്ക് പ്രാപിക്കാൻ പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ആത്മീക അനുഗ്രഹമാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ അനുഭവം എന്താണ്? റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വിശ്വാസത്താൽ നാം പ്രാപിക്കേണ്ട രണ്ടാമത്തെ ആത്മീക അനുഭവമാണ് വിശ്വാസത്താലുള്ള നീതീകരണം. ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, വിശ്വാസത്താലുള്ള നീതീകരണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ നീതീകരണം അനുഭവിച്ചുവോ? ഈ വിശ്വാസത്താലുള്ള നീതീകരണം നിങ്ങൾ പ്രാപിച്ചുവോ? എന്താണ് പ്രിയപ്പെട്ടവരെ നീതീകരണം എന്ന് പറയുന്നത്? നീതികെട്ടവനായ മനുഷ്യനെ സ്വർഗത്തിലെ ജീവനുള്ള ദൈവം സൗജന്യമായി നീതിമാനെന്ന് മുദ്ര കുത്തുന്നതാണ് നീതീകരണം. നാം ആരും നീതിമാന്മാരല്ല. ഈ ഭൂമിയിൽ ജനിച്ചതായ ഒരു മനുഷ്യനും നീതിമാനല്ല. യേശുക്രിസ്തു ഒഴികെ വേറെ ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ നീതിമാനായിട്ട് ജനിച്ചിട്ടില്ല. അതാണ് റോമാലേഖനം 3-ാം അധ്യായം 10 മുതലുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുന്ന. അതാണ് അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ വളരെ വ്യക്തമായിട്ട് ആ കാര്യം പറയുകയാണ്. റോമാലേഖനം 3-ാം അധ്യായം 10 മുതലുള്ളതായ വാക്യം. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. അപ്പോസ്തലൻ പറയുകയാണ്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല.
പിന്നെ ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. മനുഷ്യന്റെ അവസ്ഥയാണ് ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. എല്ലാവരും വഴിതെറ്റി എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. ഒരുത്തൻ പോലുമില്ല. ദൈവത്തിന്റെ വചനം എത്ര വ്യക്തമായിട്ടാണ് അപ്പോസ്തലൻ പറയുന്നത്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, അപ്പോസ്തലൻ പറയുകയാണ്, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി. നാവ് കൊണ്ടവർ ചതിക്കുന്നു, നാവ് കൊണ്ട് അവർ ചതിക്കുന്നു, ചതിവ് വാക്കുകൾ സംസാരിക്കുന്നു. സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെയുണ്ട്. സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെയുണ്ട്. അവരുടെ സംസാരത്തിൽ, അവരുടെ പെരുമാറ്റത്തിൽ സർപ്പത്തിന്റെ വിഷം പോലെയുള്ളതായ, ആത്മാവിനെ കൊല്ലുന്നതായ ചില വിഷത്തിന്റെ വാക്കുകളുണ്ട്. സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെയുണ്ട്. അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. കയ്പിന്റെ വാക്കുകൾ, ശാപവാക്കുകൾ. പ്രിയപ്പെട്ട സത്യമല്ലേ ഇത്? നമ്മുടെ ഓരോരുത്തരും അനുഭവമല്ലേ? ശാപത്തിന്റെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ വരാറില്ലേ? കയ്പിന്റെ വാക്കുകൾ വരാറില്ലേ? മറ്റുള്ളവരെ പരിഹസിക്കുന്ന വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് വരാറില്ലേ? മറ്റുള്ളവരെ ചതിക്കുന്ന വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് വരാറില്ലേ? അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. അവരുടെ കാല് രക്തം ചുരിയുവാൻ ബന്ധപ്പെടുന്നു. അവരുടെ കാല് രക്തം ചുരിയാൻ ബന്ധപ്പെടുന്നു. നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്. നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്. ഇതാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ അവസ്ഥ. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. നീതിമാൻ ആരുമില്ല. ഇതേ അവസ്ഥ, ഈ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ശരിയായ അവസ്ഥയെക്കുറിച്ചാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 2 മുതലതായ വാക്യങ്ങളിൽ യെശയ്യാ പ്രവാചകനിൽ കൂടി അന്നത്തെ ഇസ്രായേലിന്റെ അവസ്ഥ ജീവനുള്ള ദൈവം വളരെ വ്യക്തമായിട്ട് വരച്ചു കാണിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 2 മുതലതായ ചില വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ആകാശമേ കേൾക്ക, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിതരിക. ഭൂമിയെ ചെവിതരിക. ആകാശത്തെയും ഭൂമിയെയും സാക്ഷി നിർത്തിക്കൊണ്ട് ജീവനുള്ള ദൈവം തന്റെ സ്വന്തം ജനമായ ഇസ്രായേലിന്റെ അവസ്ഥ അവരോട് വിളിച്ചറിയിക്കുകയാണ്. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിതരിക. സങ്കടത്തോടെ കർത്താവ് പറയുകയാണ്. സങ്കടത്തോടെ, വ്യസനത്തോടെ, വേദനയോടെ ദൈവം നിലവിളിക്കുകയാണ്. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിതരിക. യഹോവ അരുളി ചെയ്യുന്നു, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി. ഞാൻ മക്കളെ പോറ്റി വളർത്തി. എന്റെ ജനമായ ഇസ്രായേലിനെ ഞാൻ മക്കളെ പോലെ പോറ്റി വളർത്തിക്കൊണ്ടുവന്നു. ഞാൻ മക്കളെ പോറ്റി വളർത്തി. അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. ഞാൻ അവരെ പോറ്റി വളർത്തിയെങ്കിലും അവർ എന്നോട് മത്സരിച്ചിരിക്കുകയാണ്. അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു. ദൈവം പറയുകയാണ്, വെറും ബുദ്ധിയില്ലാത്തതായ മൃഗം കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു. കഴുതയ്ക്കും കാളയ്ക്കും അതിന്റെ യജമാനനെ അറിയാം. അതിന് ആഹാരം കൊടുക്കുന്ന, അതിനെ പുലർത്തുന്ന അതിന്റെ യജമാനനെ മൃഗങ്ങൾക്കറിയാം. കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു. ഇസ്രായേലോ അറിയുന്നില്ല. ദൈവം പറയുകയാണ്, എന്റെ ജനമായ, എന്റെ സ്വന്തം മക്കളായ ഇസ്രായേലോ അറിയുന്നില്ല. ഞാൻ ആരാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല. എന്റെ സ്നേഹം അവർ മനസ്സിലാക്കുന്നില്ല. എന്റെ കരുതൽ അവർ മനസ്സിലാക്കുന്നില്ല. എന്റെ വഴികൾ അവർ തിരിച്ചറിയുന്നില്ല. എന്റെ ജനമോ അറിയുന്നില്ല. ജീവനുള്ള ദൈവത്തെ അവർ തിരിച്ചറിയുന്നില്ലല്ലോ എന്നുള്ളതായ വേദനയോടെ ദൈവം നിലവിളിക്കുകയാണ്. എന്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. എന്റെ ജനം ഗ്രഹിക്കുന്നില്ല, അവർ മനസ്സിലാക്കുന്നില്ല. അയ്യോ പാപമുള്ള ജാതി. ദൈവം അയ്യം വിളിച്ച് നിലവിളിക്കുകയാണ്, തന്നെത്താൻ നിലവിളിക്കുകയാണ്. അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, വഷളായി നടക്കുന്ന മക്കൾ. അവർ യഹോവയെ ഉപേക്ഷിച്ച്, അവർ യഹോവയെ ഉപേക്ഷിച്ച്, ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച്, ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളെ അടിച്ചിട്ടെന്ത്? ദൈവം ചോദിക്കുകയാണ്, ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്ത്? നിങ്ങൾ അധികം പിന്മാറുകയുള്ളൂ. നിങ്ങൾ അധികം പിന്മാറുകയുള്ളൂ. തല മുഴുവനും ദീനവും, ദൈവം പറയുകയാണ്, തല മുഴുവനും ദീനവും, ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. ഹൃദയം മുഴുവൻ രോഗവും പിടിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഇത് നമ്മുടെ അവസ്ഥയല്ലേ? ഇത് നമ്മളോടല്ലേ ദൈവത്തിന് വചനം പറയുന്നത്? തല മുഴുവനും ദീനവും, ചിന്തകൾ മുഴുവൻ ദീനം പിടിച്ചിരിക്കുകയാണ്, രോഗം പിടിച്ചിരിക്കുകയാണ്. ഹൃദയം മുഴുവൻ ഇതാ രോഗവും പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ ചിന്താഗതികൾ, നമ്മുടെ ചിന്താമണ്ഡലം, നമ്മുടെ ഹൃദയം, നമ്മുടെ ആളത്വം മുഴുവൻ ചീഞ്ഞു നാറുന്ന അനുഭവത്തിലാണെന്നാണ് ദൈവം പറയുന്നത്. തല മുഴുവൻ ദീനവും, ഹൃദയം മുഴുവൻ രോഗവും പിടിച്ചിരിക്കുന്നു. അടിതൊട്ട് മുടിവരെ ഒരു സുഖവുമില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം പറയുകയാണ്, അടിതൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി കഴുകിയിട്ടില്ല, അവയെ ഞെക്കി കഴുകിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. പ്രിയപ്പെട്ടവർ, ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. നീതിമാൻ ആരുമില്ല. മനുഷ്യന്റെ ഹൃദയം മുഴുവൻ ദീനം പിടിച്ചിരിക്കുകയാണ്, പാപരോഗം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്.
പ്രിയപ്പെട്ടവരെ, വെച്ച് കെട്ടിയിട്ടില്ല, മരുന്ന് പുരട്ടി ശമിപ്പിച്ചിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. ഇത് മനുഷ്യ ഹൃദയത്തിന്റെ ഒരു ചിത്രമാണ് ദൈവം നമുക്ക് വരച്ചു കാണിച്ചു തരുന്നത്. പ്രിയപ്പെട്ടവർ, ഇതല്ലേ നമ്മുടെ അവസ്ഥ? ഇതെങ്ങനെ മനുഷ്യന് ഇത് സംഭവിച്ചു? റോമാലേഖനം 5-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, എങ്ങനെ മനുഷ്യന് ഈ കെടുതി സംഭവിച്ചു, എങ്ങനെയാണ് ഇത് വന്നു ചേർന്നത്? 5-ാം അധ്യായം 12-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അങ്ങനെ എല്ലാവരും പാപം ചെയ്തു. പ്രിയപ്പെട്ടവർ, ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. അങ്ങനെ സകല മനുഷ്യരും പാപികളായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് മനുഷ്യന്റെ ശരിയായ അവസ്ഥ. അതുകൊണ്ടാണ് ദൈവത്തിന് വചനം പറയുന്നത്, നീതിമാൻ ആരുമില്ല, എല്ലാവരും നീതി കെട്ടവരാണ്, നീതിക്ക് അർഹരായിട്ട് ആരെയും കാണുന്നില്ല. വീണ്ടും റോമാലേഖനം തന്നെ 5-ാം അധ്യായം 15-19 വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അവിടെ എന്താണ് കർത്താവിന്റെ വചനം പറയുന്നത്? എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ഏക മനുഷ്യനാൽ ഈ ഭൂമിയിലേക്ക് പാപം വന്നു. ആദിമ മനുഷ്യനായ ആദാം ദൈവത്തിന്റെ വചനം അവിശ്വസിച്ചത് മൂലം, ദൈവത്തിന്റെ വചനം ലംഘിച്ചത് മൂലം, പിശാചിന് ഇടം കൊടുത്തത് മൂലം ഇതാ മനുഷ്യജാതി മുഴുവൻ പാപത്തിന്റെ ശമ്പളമാകുന്ന മരണത്തിന് അടിമപ്പെട്ടു പോയി. സകല മനുഷ്യരും പാപികളായി തീർന്നു. എന്നാൽ നമ്മിവിടെ എന്താണ് വായിച്ചത്? 15-ാം വാക്യം ഒന്നുകൂടെ നമുക്ക് വായിക്കാം. എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തു മൂലം കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഏക മനുഷ്യനാൽ അനുസരണക്കേടിന് മൂലം പാപവും മരണവും ഈ ലോകത്തേക്ക് വന്നുവെങ്കിൽ, ഏകന്റെ അനുസരണത്താൽ ഈ ഭൂമിയിലേക്ക് നമുക്ക് ദൈവത്തിന് നീതി ദൈവം സൗജന്യമായി തരികയാണ്. 19-ാമത്തെ വാക്യം കൂടെ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. പ്രിയപ്പെട്ടവർ, അനേകർ നീതിമാന്മാരായി തീരും. അപ്പോസ്തലൻ വളരെ കൃത്യമായിട്ട് പറയുകയാണ്, ഏകന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നു. എന്നാൽ ഏകന്റെ അനുസരണത്താൽ, യേശുക്രിസ്തുവിന്റെ അനുസരണത്താൽ അനേകർ ഇതാ നീതിമാന്മാരായി തീരുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകർ മനുഷ്യജാതി എല്ലാവരും നീതീകരണത്തിനുള്ളതായ വഴി അന്വേഷിക്കുന്നുണ്ട്. എങ്ങനെയാണ് നീതീകരണം പ്രാപിക്കുന്നത്? എങ്ങനെയാണ് മനുഷ്യൻ ദൈവരാജ്യത്തിൽ എത്തുന്നത്? എങ്ങനെയാണ് പാപമോചനം പ്രാപിക്കുന്നത്? മനുഷ്യൻ അധ്വാനിക്കുന്നുണ്ട്, സ്വന്തം പ്രയത്നങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇതാ മനുഷ്യൻ നീതിമാനാകാൻ നോക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം വളരെ കൃത്യമായിട്ട് പറയുകയാണ്, മനുഷ്യൻ എന്തെങ്കിലും ചെയ്തത് കൊണ്ടല്ല മനുഷ്യന് നീതീകരണം കിട്ടുന്നത്. നീതി കെട്ടവനായി മനുഷ്യൻ നീതിമാനായി തീരുന്നത് മനുഷ്യൻ എന്തെങ്കിലും നന്മ പ്രവൃത്തികൾ ചെയ്തിട്ടല്ല, പുണ്യപ്രവൃത്തികൾ ചെയ്തിട്ടല്ല. നാം നല്ലവരായി ജീവിച്ച് നീതിമാന്മാരാവുകയല്ല. പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും ചെയ്ത് കർമ്മമാർഗങ്ങളാൽ അല്ല ഈ നീതീകരണം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ വചനം വളരെ കൃത്യമായിട്ട് പറയുകയാണ്. ഗലാത്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് എന്താണ് പറയുന്നത്? ഗലാത്യ ലേഖനം 2-ാം അധ്യായം 16-ാം വാക്യം. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കൊണ്ട് പ്രിയപ്പെട്ട, നിങ്ങൾ അറിഞ്ഞിരിക്കണം, മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൊണ്ടല്ല നീതീകരിക്കപ്പെടുന്നത്. പിന്നെയോ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് നീതീകരണം. പിന്നെ അടുത്ത വാക്യം, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവേശുവിൽ വിശ്വസിച്ച് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ലല്ലോ. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല. ഇത് ദൈവത്തിന് വചനമല്ലേ പ്രിയപ്പെട്ടവരെ? നാം നീതീകരണം പ്രാപിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ചെയ്തല്ല, ന്യായപ്രമാണം അനുസരിച്ചല്ല, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലല്ല. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. 2-ാം അധ്യായം തന്നെ 21-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അവിടെ എന്താണ് അപ്പോസ്തലൻ പറയുന്നത്? ഞാൻ ദൈവത്തിന്റെ കൃപ വൃഥാവാക്കുന്നില്ല. ന്യായപ്രമാണത്താൽ നീതി വരുന്നുവെങ്കിൽ, ന്യായപ്രമാണത്താൽ മനുഷ്യന് നീതീകരണം വരുന്നുവെങ്കിൽ, നീതീകരണം ലഭിക്കുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ. അപ്പോസ്തലൻ ഗലാത്യയിലെ ദൈവമക്കളോട് ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയാണല്ലോ.
പ്രിയപ്പെട്ടവരെ, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലാണ് മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നതെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയായി പോയല്ലോ. ക്രിസ്തു മരിക്കണ്ടായിരുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. 3-ാം അധ്യായം, ഗലാത്യലേഖനം 3-ാം അധ്യായം 10-11 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അപ്പോസ്തലൻ വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നതെന്ന് വളരെ വ്യക്തമായും കൃത്യമായും ദൈവവചനത്തിൽ കൂടി പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരികയാണ്. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു. വളരെ കർക്കശമായിട്ടാണ് അപ്പോസ്തലൻ പറയുന്നത്. എന്താണ്? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏത് മനുഷ്യനും ശാപത്തിന് കീഴിലാകുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ നാം നീതീകരണം അനുഭവിക്കാൻ നാം പ്രയത്നിക്കുന്നുവെങ്കിൽ, നാം നോക്കുന്നുവെങ്കിൽ, നാം ശാപത്തിന്റെ കീഴിലായി പോയിരിക്കുന്നു. അതാണ് ദൈവത്തിന്റെ വചനം. ദൈവത്തിന് സ്തോത്രം. വചനമാക്കി എന്താണ്? എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് വളരെ സ്പഷ്ടമായിട്ട് അപ്പോസ്തലൻ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പ്രവൃത്തികളാലല്ല നീതീകരണം. നാം എന്തെങ്കിലും ചെയ്ത് നേടിയെടുക്കുന്നതല്ല നീതീകരണം എന്ന് പറയുന്നത്. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. അതിന് 4-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ എന്താണ് പറയുന്നത്? 5-ാം അധ്യായം 4-ാമത്തെ വാക്യം. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ, ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ, ഗലാത്യ സഭയോട് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൊണ്ട് നീതീകരണം അനുഭവിക്കാൻ നോക്കുകയാണ്. നിങ്ങൾ അങ്ങനെ നോക്കുന്നതായ നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. അപ്പോസ്തലൻ വളരെ ഗലാത്യയിലെ ദൈവമക്കളോട് ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ഇനിയും നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുവാണെങ്കിൽ നിങ്ങൾ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. പ്രിയപ്പെട്ടവരെ, നാം എന്ത് പറയുന്നു? നാം ഇന്നും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ കൂടെ നീതീകരണം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ? എന്നാൽ പ്രിയപ്പെട്ടവരെ, ന്യായപ്രമാണത്താൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. പ്രവൃത്തികളാൽ അല്ല നീതീകരണം. പിന്നെയോ ക്രിസ്തുയേശുവിലുള്ള നിഷ്കളങ്കമായ വിശ്വാസത്താലാണ് നീതീകരണം. അതാണ് അപ്പോസ്തലൻ റോമാലേഖനം 3-ാം അധ്യായം 23 മുതലായ ചില വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. റോമാലേഖനം 3-ാം അധ്യായം 23 മുതലായ ചില വാക്യങ്ങൾ. അവിടെ എന്താണ് അപ്പോസ്തലൻ പറയുന്നത്? ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അപ്പോസ്തലൻ പറയുകയാണ്, ഒരു വ്യത്യാസവുമില്ല. യഹൂദനെന്നോ യവനനെന്നോ പുറജാതിയെന്നോ ക്രിസ്ത്യാനിയെന്നോ ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. അതാണ് പ്രിയപ്പെട്ടവർ ഇന്നത്തെ മനുഷ്യന്റെ അവസ്ഥ. ഒരു വ്യത്യാസവുമില്ല. സ്ത്രീയെന്നോ പുരുഷനെന്നോ വിദ്യാഭ്യാസം ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ ക്രൈസ്തവനെന്നോ അക്രൈസ്തവനെന്നോ പ്രിയപ്പെട്ട യഹൂദനെന്നോ പുറജാതിയെന്നോ ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. എന്നാൽ അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. നീതീകരണം സൗജന്യമാണ് പ്രിയപ്പെട്ടവരെ, വെറും സൗജന്യമാണ്. നാം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിൽ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ, യേശുക്രിസ്തു തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം അവനെ പരസ്യമായിട്ട് ലോകത്തിനു മുമ്പിൽ ഇതാ വരച്ചു കാണിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. ഏത് മനുഷ്യനും ഏതൊരു വ്യക്തിക്കും ആ ക്രൂശിലേക്ക് നോക്കിയാൽ, ആ ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ വിശ്വസിച്ചാൽ, അവന്റെ തിരുരക്തത്തിൽ ആശ്രയിച്ചാൽ, പ്രിയപ്പെട്ട സഹോദര, നിനക്ക് സൗജന്യമായിട്ട് നീതീകരണം ലഭിക്കും. നിന്റെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം കർത്താവ് ക്ഷമിച്ചു തരും. അതുകൊണ്ടാണ് ദാവീദ് 32-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതാണ് നീതീകരണം. ദൈവം എൻ്റെ പാപങ്ങളൊന്നും കണക്കിടുന്നില്ല. എൻ്റെ പാപങ്ങളെല്ലാം അവൻ സൗജന്യമായിട്ട് ക്ഷമിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട്? ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ? ഞാനൊന്നും ചെയ്തിട്ടല്ല പ്രിയപ്പെട്ടവരെ. ഞാനതിനു വേണ്ടി ഒന്നും ചെയ്യുകയും വേണ്ട. അതെല്ലാം സ്വർഗത്തിലെ ജീവനുള്ള പിതാവായ ദൈവം അതെല്ലാം ചെയ്തു കഴിഞ്ഞു, അതെല്ലാം നിവർത്തിച്ചു കഴിഞ്ഞു. യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തോടുകൂടി ഒരു പാപിയുടെ നീതീകരണം, പാപിയുടെ വീണ്ടെടുപ്പ് സ്വർഗം സാധിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് അവൻ ജയഭേരി മുഴക്കിക്കൊണ്ട് പറഞ്ഞു, സകലവും നിവൃത്തിയായി എന്ന്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്നാണ് കർത്താവ് പറഞ്ഞത്. നിവർത്തി കഴിഞ്ഞു, പൂർത്തീകരിച്ചു കഴിഞ്ഞു. മനുഷ്യജാതിയുടെ നീതീകരണവും വീണ്ടെടുപ്പും എൻ്റെ ക്രൂശുമരണം മൂലം നിവർത്തിച്ചു കഴിഞ്ഞു. ഇതാര് വിശ്വസിക്കുന്നുണ്ട്? ഇത് വിശ്വസിക്കുന്നവർക്ക് നീതീകരണം സൗജന്യമാണ്, പാപക്ഷമ സൗജന്യമാണ്.
പ്രിയപ്പെട്ടവരെ, പാപക്ഷമ സൗജന്യമായി ദൈവം തരികയാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുന്നവന് സൗജന്യമായ നീതീകരണം തരികയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാമോ പ്രിയപ്പെട്ടവരെ? നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ എന്തെല്ലാം പാപങ്ങൾ സംഭവിച്ചെങ്കിലും, ഏതെല്ലാം അകൃത്യങ്ങൾ സംഭവിച്ചെങ്കിലും, ഏതെല്ലാം ബന്ധനങ്ങൾ നിങ്ങൾ ചെന്ന് ചാടിയെങ്കിലും, നിങ്ങൾ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് സൗജന്യമായ നീതീകരണ സ്വർഗം തരും. ഇത് ഈ ഭൂമിയിൽ മനുഷ്യരാരും തരുന്നതല്ല പ്രിയപ്പെട്ടവരെ. ഇത് പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റുന്നതല്ല. ഇത് ഏതെങ്കിലും ദൈവദാസനെടുത്ത് തരുന്നതല്ല. ഇത് സ്വർഗം നമുക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന ഒരു സൗജന്യമായ സമ്മാനമാണ് സൗജന്യമായ നീതീകരണം എന്ന് പറയുന്നത്. അതിനുവേണ്ടി വില കൊടുത്തൊരു ദൈവമുണ്ട്. അതിനുവേണ്ടി പിതാവായ ദൈവം വലിയ വില കൊടുത്തു പ്രിയപ്പെട്ടവരെ. എന്താണ് അവൻ കൊടുത്ത വില? തൻ്റെ ഏകജാതനായ പുത്രനെ അവൻ കാൽവറിയിൽ തകർത്ത് കളവാൻ അവന് പ്രസാദം തോന്നി, അവന് ഇഷ്ടം തോന്നി. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നീതീകരണം വിശ്വാസത്താലാണ്. എന്താണ് നാം വിശ്വസിക്കേണ്ടത്? 2 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായം 21-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എന്താണ് നാം വിശ്വസിക്കേണ്ടത്? 2 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായം 21-ാമത്തെ വാക്യം. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പ്രിയപ്പെട്ടവരെ, ഇതാണ് നാം വിശ്വസിക്കേണ്ടത്. എന്താണ് ഇവിടെ നാം വായിച്ചു കേട്ടത്? പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. അവൻ നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു. കർത്താവായ യേശുക്രിസ്തു പാപം ചെയ്തവനല്ല, അവൻ പരിശുദ്ധനാണ്. നിങ്ങളിൽ ആരെന്നെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുന്ന വെല്ലുവിളിച്ച് ചോദിച്ചവനാണ്. ഇവൻ നീതിമാനായിരുന്നു, സത്യമെന്ന് ഇതാ ശതാധിപൻ സാക്ഷിച്ചവനാണ്. പ്രിയപ്പെട്ടവരെ, പാപമില്ലാത്ത കർത്താവായ യേശുക്രിസ്തു പാപികളായ നമ്മളുടെ സകല പാപവും പേറിക്കൊണ്ട് അവൻ നമുക്ക് വേണ്ടി കാൽവറിയിൽ പാപമാക്കപ്പെട്ടു. അവൻ നമ്മുടെ സകല പാപങ്ങളും അവന്റെ ശരീരത്തിൽ അവൻ ചുമക്കപ്പെട്ടു. അതാണ് നാം വിശ്വസിക്കേണ്ടത്. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. അവൻ പാപം ചെയ്തിട്ടല്ല, നമ്മളെ നീതീകരിക്കുവാൻ, നമ്മുടെ പാപങ്ങൾ കഴുകുവാൻ, നമുക്ക് നിത്യജീവൻ തരുവാൻ യേശുക്രിസ്തു പാപമാക്കപ്പെട്ടു. ഇത് നാം വിശ്വസിക്കണം, ഇത് നാം അംഗീകരിക്കണം. വീണ്ടും അപ്പോസ്തലനായ പത്രോസ് പറയുന്നുണ്ട്. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിലും അപ്പോസ്തലൻ ഇതേ ആശയം തന്നെയാണ് പറയുന്നത്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ യേശുക്രിസ്തു തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നമ്മുടെ പാപത്തിന് സൗഖ്യം വന്നിരിക്കുന്നു യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണം മൂലം. പ്രിയപ്പെട്ടവരെ, നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളത് വിശ്വസിച്ച് വിശ്വാസത്താലുള്ള ഈ നീതീകരണം നിങ്ങൾ അനുഭവിച്ചോ? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഈ പാപമോചനം സ്വന്തമാക്കിയോ? അതിനുവേണ്ടി നിങ്ങൾ പൈസ മുടക്കണ്ട, എങ്ങും ഓടണ്ട, നിങ്ങൾ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്യുക: എനിക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു എനിക്ക് പകരമായി മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുക. പ്രിയപ്പെട്ടവരെ, അത് ബുദ്ധിയിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുകയില്ല. അത് കണ്ണുമടച്ച് വിശ്വസിക്കേണ്ടതാണ്. യേശു എനിക്ക് പകരമായി മരിച്ചു. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം എൻ്റെ പാപത്തിന്റെ പാപപരിഹാര ബലിയായിട്ടാണ് യേശുക്രിസ്തു മരിച്ചത്. എൻ്റെ പാപത്തിന്റെ ശമ്പളമാണ് യേശു തൻ്റെ ശരീരത്തിൽ ഏറ്റത്. അവൻ്റെ തിരുരക്തം ജീവനായി ഒഴുകിയത് ഈ പാപത്തിന്റെ ശമ്പളമായ മരണം ഏറ്റുവാങ്ങിയ എനിക്ക് ജീവൻ തരാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് പ്രിയപ്പെട്ടവരെ നാം വിശ്വസിക്കേണ്ടത്. ഇത് നിങ്ങൾ വിശ്വസിച്ചോ? നിങ്ങളിത് വിശ്വസിച്ച് നിങ്ങൾ നീതീകരണം പ്രാപിച്ചോ? നിങ്ങൾ പാപക്ഷമ അനുഭവിച്ചോ? കഴിഞ്ഞകാല പാപങ്ങളെല്ലാം കർത്താവ് ക്ഷമിച്ചു തന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇത് വിശ്വാസത്താൽ ആർക്കും അനുഭവിക്കാൻ പ്രിയപ്പെട്ടവരെ. വിശ്വാസത്താലാണ്. നിങ്ങൾ ക്രൂശിലേക്ക് നോക്കുക. നോക്കുന്നതിനൊന്നും പ്രത്യേകിച്ച് വിദ്യാഭ്യാസമൊന്നും വേണ്ടല്ലോ. അതിന് പണമില്ലാത്തവനും പണം ഉള്ളവനും സാധിക്കുമല്ലോ. നോക്കിയാൽ മതി പ്രിയപ്പെട്ടവരെ. നോക്കുക, വിശ്വസിക്കുക, അനുഭവിക്കുക. ക്രൂശിലേക്ക് നോക്കുക, ക്രൂശിൽ വിശ്വസിക്കുക, നിത്യരക്ഷ അനുഭവിക്കുക, നീതീകരണം അനുഭവിക്കുക. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് നീതീകരണം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ പ്രിയപ്പെട്ടവരെ? നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതമെല്ലാം കൈ കിട്ടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശുക്രിസ്തുവിന്റെ ആ ക്രൂശിന്റെ ചൂട്ടിലാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുക. യേശുക്രിസ്തുവിന്റെ സ്നേഹമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതമെല്ലാം കഴുകിത്തരാൻ യേശുക്രിസ്തുവിന് മനസ്സാണ് പ്രിയപ്പെട്ടവരെ. ഇത് കൃപായുഗമാണ്. കൃപയുടെ പെട്ടകം തുറന്നു വെച്ചുകൊണ്ട് യേശു നിങ്ങളെ അവൻ്റെ രക്ഷയിലേക്ക് ക്ഷണിക്കുകയാണ്. സ്വർഗരാജ്യത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ്. നിത്യജീവന്റെ അവകാശത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ്. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ, എന്തിന് പുറത്തു നിൽക്കുന്നു? അകത്തേക്ക് വരിക എന്നാണ് സ്വർഗം നിങ്ങളെ വിളിക്കുന്നത്. ഈ പെട്ടകത്തിലേക്ക് വരിക എന്നാണ് കർത്താവ് നിങ്ങളെ വിളിക്കുന്നത്. എന്തിന് നശിക്കുന്നു എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. നിങ്ങൾ എന്തിന് നശിക്കുന്നു? രക്ഷയ്ക്ക് മാർഗമുണ്ടല്ലോ, രക്ഷപ്പെടാൻ സാധ്യതയുണ്ടല്ലോ. ക്രൂശിന്റെ ചൂട്ടിൽ രക്ഷയുണ്ടല്ലോ. ഏതൊരു പാപിക്കും രക്ഷയുണ്ടല്ലോ. ഏത് പാപത്തിനും പരിഹാരമുണ്ടല്ലോ. ഏത് പാപിക്കും നിത്യജീവൻ അവകാശമാക്കാമല്ലോ.
പ്രിയപ്പെട്ട സഹോദര, നിന്റെ ജീവിതത്തിലെ സകല പാപങ്ങളും ക്ഷമിച്ചു തരുവാൻ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചുവെന്ന് നിഷ്കളങ്കമായി നീ വിശ്വസിക്കുക. വിശ്വസിച്ച് നീ ഒരു കാര്യം ചെയ്യുക: കർത്താവേ, എൻ്റെ പാപത്തിന് പരിഹാരമായി നീ ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം എൻ്റെ ജീവിതത്തിലെ കഴിഞ്ഞകാല പാപത്തോട് ഞാൻ എന്നേക്കുമായി യാത്ര പറയുന്നു. എൻ്റെ ഹൃദയം ഞാൻ നിനക്ക് വേണ്ടി തുറന്നു തരുന്നു. യേശുവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ രക്ഷകനും എൻ്റെ നാഥനും എൻ്റെ ഉടയവനും എൻ്റെ ഉടമസ്ഥനും എൻ്റെ യജമാനനുമായി നീ എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് കടന്നു വരണമേ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവവേദനേ, നിന്റെ ഹൃദയത്തിലേക്ക് നീ യേശുവിനെ ക്ഷണിക്കുന്നുണ്ടോ? നീ ക്രൂശിലേക്ക് നോക്കുന്നുണ്ടോ? നീ ആ ക്രൂശിൽ നിനക്ക് വേണ്ടി തകർക്കപ്പെട്ട ആ യേശുവിനെ നീ കാണുന്നുണ്ടോ? അവൻ്റെ രക്തം ഇതാ ജീവനായി ഒഴുകുന്നത് നീ കാണുന്നുണ്ടോ? യേശുവിൻ്റെ പഞ്ചമുറിവുകളിൽ നിന്ന് ഇതാ തിരുരക്തം ഒഴുകി വരുന്നത് നീ കാണുന്നുണ്ടോ? സഹോദര, നിന്റെ അരികിലേക്ക് ആ തിരുരക്തം ഒഴുകി വരികയാണ്. നീ ഒരു നിമിഷം ഒന്ന് വിശ്വസിക്കുമോ? ഒരു നിമിഷം നീ ഒന്ന് കണ്ണുകൾ അടയ്ക്കുമോ? ആ ക്രൂശിലേക്ക് നീ ഒന്ന് നോക്കുമോ? പ്രിയപ്പെട്ട മകനെ, യേശു മരിച്ചു കിടക്കുന്നത് നിനക്ക് വേണ്ടിയിട്ടാണ്. യേശു അടികൊണ്ടത് നിനക്ക് വേണ്ടിയിട്ടാണ്. യേശു രക്തം ചിന്തിയത് നിന്റെ പാപം ക്ഷമിക്കാനാണ്, നിന്നെ നിത്യജീവന്റെ അവകാശിയാക്കാനാണ്, നിന്റെ പാപം കഴുകാനാണ്, നിന്നെ സ്വർഗരാജ്യത്തിന്റെ അവകാശിയാക്കാനാണ്, നിന്നെ അനുഗ്രഹിക്കാനാണ്. യേശു ഒരു ശാപഗ്രസ്തനെ പോലെ ക്രൂശിൽ തകർക്കപ്പെട്ടത് പ്രിയപ്പെട്ട ദൈവവേദനേ നിന്നെ അനുഗ്രഹിക്കാനാണ്, നിനക്ക് സ്വർഗരാജ്യം തരാനാണ്. നീ അത് വിശ്വസിക്കുമോ? നീ യേശുവിനെ നിന്റെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുമോ? ക്രൂശിലെ തിരുരക്തത്തിൽ നീ ആശ്രയിക്കുമോ? യേശുവിനെ നിന്റെ ഹൃദയത്തിലേക്ക് വിളിക്കുമോ? യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് വരണമേ. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് യേശു കടന്നു വരട്ടെ. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ രക്തം നിങ്ങളുടെ പാപം കഴുകട്ടെ. യേശുക്രിസ്തുവിന്റെ തിരുരക്തം നിങ്ങളെ നീതീകരിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ തിരുരക്തം നിങ്ങളുടെ നെറ്റിമേൽ മുദ്രയായിട്ട് ഇടട്ടെ. നിങ്ങളെ സ്വർഗരാജ്യത്തിന്റെ അവകാശിയാക്കി യേശു തീർക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, സമർപ്പിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ കേൾപ്പിച്ച നീതീകരണത്തിന് വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ ക്രൂശിലേക്ക് നോക്കുന്നു കർത്താവേ. അവിടുത്തെ തിരുബലിയിലും തിരുമരണത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെ നീതീകരിക്കണമേ. നിന്റെ നിത്യജീവന്റെ അവകാശികളാക്കി ഞങ്ങൾ തീർക്കണമേ. നിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുക്കണമേ. വചനം കേട്ട എല്ലാവരെയും ഇവിടുന്ന് അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ.